guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന പാലക്കാടിൻ്റെ സ്വന്തം വേപ്പിലക്കട്ടിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നാരകത്തിൻ്റെ ഇല കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി വെക്കാൻ മതി. ഏകദേശം ഒരു 2-3 മാസം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. നമുക്ക് തൈരും ചോറിൻ്റെ ഒപ്പം തൈര് സാദത്തിൻ്റെ ഒപ്പം വെറുതെ ചോറിൽ പിഴഞ്ഞ് കഴിക്കാനൊക്കെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എന്താ പറയുക, ചമ്മന്തിപ്പൊടി മാതിരി ഉള്ള ഒരു ഐറ്റമാണ്. പക്ഷെ കുറേ കാലം കേടുകൂടാതിരിക്കും. ഇങ്ങനെ ബോൾസ് ആയിട്ട് പാലക്കാട് ഉള്ളവരാണെങ്കിൽ അറിയും, കടകളിലൊക്കെ വാങ്ങാൻ കിട്ടും ഈ ഒരു സാധനം. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് വേപ്പിലക്കട്ടി ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. വേപ്പിലക്കട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നാരകത്തിൻ്റെ ഇലയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചെറുനാരങ്ങയുടെ ഇലയാണ് കേട്ടോ. ഇങ്ങനെയാണ് ഉണ്ടാവുക ഇല. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇത് നന്നായിട്ട് കഴുകി, ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നല്ലോണം മണ്ണും ചെളിയൊക്കെ പറ്റിയിട്ടുണ്ടാവും. നല്ലോണം നന്നായിട്ട് കഴുകി ഒരു ടിഷ്യൂ പേപ്പർ കൊണ്ട് ഞാൻ നന്നായിട്ട് തുടച്ചെടുത്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന ഇലകളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഓണത്തിന് പോയപ്പോൾ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ഇല എങ്ങനെയാണ് ഇത് നേരാക്കേണ്ടതെന്ന് വെച്ചാൽ, ഈ നടുവത്തെ ഈ ഒരു എന്താ പറയുക നാരില്ലേ, അത് കളയണം. അപ്പം ഞാനിങ്ങനെ കളയുന്നത് വെച്ചാൽ ഇതെങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പറിച്ച് ഇല മാത്രം ഇതങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പം നാര് മാത്രം തനിയെ ഇങ്ങനെ വിട്ട് വന്നോളും. കണ്ടോ? അങ്ങനെ ഞാൻ ഇവിടെ ക്ലീൻ ചെയ്ത ഇലകൾ മാത്രം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതവിടെ നാര് ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. ഇല എടുക്കുന്നു, ഞെട്ടിയുടെ അവിടെ പിടിക്കുന്നു, ഇങ്ങനെ പിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആയിട്ട് വരും ചെയ്യും. നമുക്ക് ഈ വലിയ നാര് വരില്ല. ഇല്ലെങ്കിൽ എന്താ അറിയോ, ഈ നാരോടിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ബോൾസാക്കി വെക്കുന്ന സമയത്ത് ഈ നാരൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടും. ഒരുപാട് നേരം ചവയ്ക്കേണ്ടി വരും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ചുകൂടി ഈസി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ക്ലീൻ ചെയ്ത ശേഷം ബാക്കി എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. ഓക്കെ, നാരകത്തിൻ്റെ എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് അതിൻ്റെ തണ്ടൊക്കെ മാറ്റി, അതായത് അതിൻ്റെ നടുവത്തെ ഭാഗം എല്ലാം ക്ലീൻ ചെയ്തിട്ട് കളഞ്ഞിട്ട് എല്ലാം ചെറിയ പീസസ് ആയിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇതിപ്പോൾ ഏകദേശം നമ്മൾ പിടിച്ച് നോക്കുമ്പോൾ ഒരു പിടി വരും. അതേമാതിരി തന്നെ ഞാൻ ഒരു പിടി കറിവേപ്പില ഇതും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതും കഴുകി, മഴയായതുകൊണ്ട് എല്ലാം മണ്ണൊക്കെ തെറിച്ചിട്ട് ഒന്ന് കഴുകി ടിഷ്യൂ പേപ്പറിൽ ഉണക്കാൻ വെച്ചതാണ്. അപ്പോൾ അതും ഞാൻ ഇതേമാതിരി തന്നെ ഒരു പിടി എടുക്കുകയാണ്. നാരകത്തിൻ്റെ ചെടിയിൽ നിന്ന് നാരകത്തിൻ്റെ ഇല പറിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം, നല്ല മുള്ളുണ്ട്, കുത്താതെ പറിക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു പിടി ഇതേമാതിരി തന്നെ നാരകത്തിൻ്റെ ഇലയും ഒരു പിടി, കറിവേപ്പിലയുടെയും ഒരു പിടി. ഓക്കെ, ഇനി ഞാൻ ഇത് രണ്ടും കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പോവുകയാണ്. അതിനുശേഷം ബാക്കി എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം എന്നുള്ളത് പറയാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ട് ഈ ആദ്യം നാരകത്തിൻ്റെ ഇല ഒന്ന് ചൂടാക്കട്ടെ. അതിനുശേഷം നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് രണ്ടും കൂടെ ഏകദേശം ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ആദ്യം നാരകത്തിൻ്റെ ഇല ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഒന്ന് ക്രിസ്പാവണ വരെ നമുക്ക് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതൊന്ന് പകുതി ആവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില പെട്ടതാണെന്ന് തോന്നുന്നു. പകുതി ആവുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട് ഞാനത് ഇട്ടിട്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ രണ്ടും കൂടെ ഒപ്പം കടന്നായിക്കോളും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആവട്ടെ. ഏകദേശം ഒന്ന് ക്രിസ്പ് ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഓഫ് ചെയ്യണം. അപ്പോൾ ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ നോക്കിക്കോളൂ, കണ്ടോ, നമ്മുടെ നല്ല ക്രിസ്പായിട്ട് വന്നിട്ടുണ്ട്. ഇലകൾ രണ്ടും നല്ല കലകല ശബ്ദം പറഞ്ഞുണ്ടോ.
ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം ബാക്കിയുള്ളത്. അപ്പോൾ ഇത് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. വെള്ളം ഒട്ടും പാടില്ല, കാരണം ഇത് ആക്ച്വലി കുറേ ദിവസം ഇരിക്കേണ്ട ഒരു റെസിപ്പിയാണ്. നമ്മുടെ ചമ്മന്തിപ്പൊടി മാതിരി തന്നെ കുറച്ച് ദിവസം ഇരിക്കേണ്ടതാണ്. അപ്പം വെള്ളം ഒട്ടും പാടില്ല. അപ്പം വെള്ളം വല്ലതും ഉണ്ടെങ്കിൽ നന്നായി ഉണക്കിയ ശേഷം മാത്രം എടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ബാക്കി നമുക്ക് നല്ലെണ്ണയിൽ ചെയ്യാം. ഓക്കെ, 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ഇലകളൊക്കെ അതാ ഞാൻ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് കണ്ടോ, നല്ല ക്രിസ്പായിട്ട് നല്ല കലകലാ ശബ്ദം വരണം കേട്ടോ. അപ്പം അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് ഏകദേശം ഒരു 2 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് ഞാൻ ഈ ഒരു ചെറിയൊരു കഷ്ണം കായം, കട്ടക്കായം തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനാണ് ഫ്ലേവർ കൂടുതൽ. അത് ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് മൊരിഞ്ഞ് വരട്ടെ. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം മൊരിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ആദ്യം ഒരു 1/4 കപ്പ് കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഒരു സാധനം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇതേമാതിരി ഒരു 1/4 കപ്പ് ഉഴുന്ന പരിപ്പ് അതും കൂടെ ഇട്ട് കൊടുക്കണം. ഒന്നല്ലെങ്കിൽ ഉഴുന്ന പരിപ്പ്, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള ഉഴുന്ന കേട്ടോ. അപ്പം ഞാൻ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി ഇത് രണ്ടും കൂടെ നമുക്ക് നല്ല ചോക്ക് വറുത്ത് എടുക്കണം. ഓക്കെ, കായം ആ ചൂടിൽ കിടന്ന് ആയിക്കോട്ടെ. കരിയാണ്, ഒരുപാട് കരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കായം എടുത്ത് മാറ്റാം കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂട്ടത്തിൽ ഇനിയും കുറച്ചുകൂടെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇത് ഏകദേശം ഒന്ന് പകുതി വറുത്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് പകുതി ആവട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. അപ്പം ഞാനിത് ഇങ്ങനെ ചോക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ആയിട്ടില്ല, ഇത്തിരി കൂടെ വറവാവാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഇങ്ങനെ പിച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ചൂടാവില്ല. കുറച്ച് ഒരു വലിയ നെല്ലിക്കയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് ബാക്കി ഇനിയും ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വറ്റൽമുളകാണ്. ഇതിൽ എരിവ് കുറച്ച് മേലെ നിൽക്കണം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 20 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുകയാണ് കേട്ടോ. ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. കാരണം ഉപ്പിലും വല്ല ജലാംശം ഉണ്ടെങ്കിൽ അതും പോകാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത് കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഞാനിത് തീ ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ടൊന്ന് ചൂടാറട്ടെ. ചൂടാറിയ ശേഷം നമുക്ക് പൊടിക്കാൻ തുടങ്ങാം. അപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ പൊടിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാനൊരു പ്ലേറ്റിലേക്ക് ഇതാ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട്, ചെറിയ ജാറാട്ടോ എടുക്കുന്നത്. എന്നിട്ട് ഇതാദ്യം നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഇലകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനത് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. കണ്ടോ, ഇങ്ങനെ തരുതരുന്നായിട്ടാണ് പൊടിച്ചെടുത്തിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു റവയുടെ പരുവം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഇലകളും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പൊടിച്ച് എടുക്കാം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരട്ടെ. അപ്പം ഞാൻ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. കണ്ടോ, ആ ഇല കയറിയപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മണക്കാൻ വേണ്ടിയിട്ടാണ്. ആ നാരകത്തിൻ്റെ ഇല നല്ല സൂപ്പർ മണം ഉണ്ടോ വരണത്. നമുക്കിത് ഈ പ്ലേറ്റിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡറാണ്.
ചെറിയ ചെറിയ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു വറ്റൽമുളകിൻ്റെ കുരുയുടെ ചെറിയ പീസസും ഇല ചെറുതായിട്ട് അങ്ങനെയൊക്കെ കിടക്കുന്നുണ്ട്. അപ്പം നല്ല ചൂടുണ്ട്, മിക്സിയിൽ പൊടിച്ചതുമുണ്ട്. പിന്നെ ഇതെല്ലാം ഒന്ന് എടുക്കട്ടെ. കറക്റ്റായിട്ട് കായത്തിൻ്റെ മണവും എല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ എരിവും കുറച്ച് മേലേക്ക് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ചോറിൻ്റെ ഒപ്പം തൈര് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ തൈര് സാദത്തിൻ്റെ ഒപ്പം വെറുതെ ചോറിൻ്റെ ഒപ്പം പിശഞ്ഞ് കഴിക്കാനും ഒക്കെ വളരെ ടേസ്റ്റിയാണ്. അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് പുളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നാരങ്ങാനീര് ചേർക്കാം. പക്ഷേ നാരങ്ങാനീര് ചേർക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ഇരിക്കുള്ളൂ. പുളി ഇടുന്ന മാതിരി ഒരു 2-3 മാസം ഇരിക്കുന്ന സംഭവമാണ്. അതുപോലെ ഇരിക്കില്ല നാരങ്ങാനീര് ഇടുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടി റെഡിയായി. ഇനി ഞാൻ ഇതിലേക്ക് ബോൾസ് ആക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ചിലപ്പോൾ 1/4 മുതൽ 1/2 കപ്പ് വരെ ഒക്കെ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നമുക്കിങ്ങനെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ച് എടുക്കാം. കണ്ടോ അതിൻ്റെ കളറ് മാറണ കണ്ടോ? ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അപ്പം ഇപ്പോൾ ആദ്യം ഒരു 1/2 ടേബിൾ സ്പൂൺ ഒഴിച്ചു, ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു. കണ്ടോ, അങ്ങനെ ബോൾസ് ആക്കി എടുക്കാൻ പറ്റണം. എണ്ണ ഒഴിക്കുന്നതിന് കൃത്യമായിട്ടൊരളവില്ല, ഞാൻ ഏകദേശം ഒരളവ് പറഞ്ഞു. 1/4 മുതൽ 1/2 കപ്പ് വരെ നമുക്ക് ചിലപ്പോൾ വേണ്ടി വരും. അതിൻ്റെ ഇടയിലായാലും മതി. കണ്ടോ, നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ കുട്ടി കുട്ടി ബോൾസ് ആയിട്ടാണ് എടുക്കുന്നത്. സാധാരണ കടിയിലൊക്കെ വാങ്ങാൻ കിട്ടുന്നത് ഈ ഒരു വലുപ്പത്തിലാണോ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് പലകഴക്ക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വലുപ്പത്തിൽ എടുക്കാം. ഞാൻ ഇതിൻ്റെ പകുതിയായിട്ടാണ് എടുക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോളായിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വലിയ ബോൾസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. ഓക്കെ, അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഞാനിതെല്ലാം ഒന്ന് ബോൾസാക്കി എടുക്കട്ടെ. അങ്ങനെ നമ്മുടെ വേപ്പിലക്കട്ടി ഇതാ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ ഒപ്പം കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. വെറും തൈരും ചോറും ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായി ചോറുണ്ടാം. എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.